Hello. അല്ല നോട്ട് ഷെയർ അല്ല എക്കോയിങ് ആണ് ചെക്ക് ചെയ്യായിരുന്നു. I think you disconnect the audio if you want to. ഓഡിയോ ഡിസ്കണക്റ്റഡ്. If you don't disconnect, it will come. No, no. അവിടേക്ക് കേട്ടോളൂ. Disconnect. Leave complete audio. Leave complete audio. ഹലോ. God has given us another evening to come to His presence. കർത്താവിന്റെ സാന്നിധ്യത്തിൽ കടന്നു വരുവാൻ ദൈവം ഒരു അവസരം കൂടെ നമുക്ക് നൽകി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. We have been reading from the First Corinthians chapter 4. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നിന്ന് നാം പഠിക്കുകയായിരുന്നു. We were looking up many things, how it lead to the Corinthian church being the believers in the Corinthian church being proudful. കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ നെഗളികളായി മാറുന്ന സാഹചര്യം നാം കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിക്കുകയുണ്ടായി. And not only that, we were looking at they questioning the apostolic authority of Paul. പൗലോസിന്റെ അപ്പോസ്തലിക ആധികാരികത ദൈവസഭയിലെ വിശ്വാസികൾ ചോദ്യം ചെയ്തതായിട്ട് നാം ശ്രദ്ധിക്കുകയുണ്ടായി. And they were taking pride in their human wisdom. മാനുഷികമായ ബുദ്ധിയിൽ അവര് അഹങ്കാരവും അല്ലെങ്കിൽ അതിൽ അടിസ്ഥിതമായ തീരുമാനങ്ങളിലേക്ക് അവർ കടന്നു വന്നു. This human wisdom which was elevated above the biblical truth. വേദപുസ്തകത്തിന്റെ സത്യങ്ങളെക്കാൾ മാനുഷികമായ പരിജ്ഞാനത്തിനും വിവേകത്തിനും അവർ ഊന്നൽ നൽകി. The arrogance of these Corinthians made them puffed up. കൊരിന്ത്യ വിശ്വാസികളുടെ നിഗളം അവരെ ചീർപ്പിച്ചു. So in verse 6, last when we stopped there, we saw that Paul is taking the example of himself as well as Apollos for them to look into and learn. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെയും അപ്പോലോസിന്റെയും ഉദാഹരണം എടുത്ത് എങ്ങനെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടതെന്നുള്ളത് താൻ എടുത്തു പറയുന്നുണ്ട്. And Apollos and Paul is being taken an example. It's for them to look and then learn, but not for them to be made shameful about it. His intent is not to shame the people of the Corinthians, but to look at them and learn. അതായത് അപ്പോസ്തലനെയും പൗലോസിന്റെയും അപ്പോലോസിന്റെയും പേരുകളെടുത്ത് ജീവിത ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ നാണം കെടുത്താനോ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയല്ല, കേവലം അവരുടെ ജീവിതത്തിലെ മാതൃക കാണിച്ചു കൊടുത്ത് എങ്ങനെയായിരിക്കണം എന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. Lovingly warn and guide them in light of the scripture. സ്നേഹത്തിന്റെ ആത്മാവിൽ വേദപുസ്തക പ്രകാരം തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകി അവരെ ഉപദേശിക്കുക എന്നുള്ള ഉദ്ദേശം. With this understanding, let's go to verse 7. 7-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. If somebody could read aloud in Malayalam. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. There are 3 questions that Paul is directly pointing to the Corinthians. കൊരിന്ത്യരോട് 3 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുന്നു. The first question, who considers you as superior? നിങ്ങളെ വിശേഷിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ആൾക്കാരാണെന്ന് നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? What kind of self delusion or assumption gives you the right to consider yourself as superior to others? നിങ്ങൾ second question. No, the same question. Okay. ഏത് തരത്തിലുള്ള ആശയത്തിലാണ് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് നിങ്ങളെ തന്നെ എണ്ണുന്നത്? On what grounds are you considering yourself as superior? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എല്ലാവരെക്കാൾ ഉന്നത സ്ഥാനം വഹിക്കുന്നവരാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നത്? Let's read 1 Corinthians chapter 2, verse 1 and 2. 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ ഞാനും
സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. Here Paul is clearly stating that I am not coming to you with the superiority of speech or wisdom, but exactly that is what is affecting the Corinth church, that they are feeling superior about their wisdom and their speech, that they considering themselves as superior to others. The first line is the Paul is stating from the second chapter. What he's trying to say is that, see, I am coming to you not with the wisdom or with the. പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ടോ ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ടല്ല നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുന്നത്? When I am a person who could use it, but since though I am not coming to you with this wisdom or this puffed up knowledge, who makes you, or on what grounds do you consider yourself as superior to others? അപ്പോസ്തലികമായ ആധികാരികതയും അധികാരവും വചനത്തിലുള്ള പ്രാവണ്യവും ഒക്കെ എനിക്ക് ഉപയോഗിക്കാമായിരുന്നിട്ടും അതിലൊന്നും മെച്ചപ്പെട്ടവനല്ല എന്ന് എന്നെ തന്നെ കരുതി നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വന്നെങ്കിൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചീർക്കപ്പെട്ട് എന്നോട് പെരുമാറും, അല്ലെങ്കിൽ സഭയിൽ പെരുമാറും? The first question is pointed towards self-delusion or assumption on which the Corinth church people live. സ്വയം അനുമാനത്തിൽ ഞങ്ങൾ ശ്രേഷ്ഠരാന്ന് എണ്ണുന്ന ആളുകളോടുള്ള വ്യക്തിപരമായ ചോദ്യമാണ്. The second question, what do you have that you did not receive? നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം പൗലോസ് ചോദ്യം, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ലാതെ എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? What will be the answer to that question? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? And then answer എന്തായിരിക്കും? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? എന്തുള്ളൂ? അതിന്റെ ആൻസർ എന്തുവാ? ലഭിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ലഭിച്ചതല്ലാതെ വേറെ ഒന്നുമില്ല, അല്ലേ? ഈ ഉള്ളതെല്ലാം ലഭിച്ചതാണ്. So that is a rhetorical question that Paul is pushing to the Corinthians to answer. What is that you have that you did not receive? വിരോധാഭാസമായ രീതിയിലാണ് പൗലോസ് ചോദിക്കുന്നത്. ലൈക്ക്, ലഭിച്ചതല്ലേ നിങ്ങൾക്കുള്ളൂ, ലഭിക്കാത്തത് എന്ത് സ്വയമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നു? എല്ലാം കർത്താവിൽ നിന്ന് ലഭിച്ചത്. All is grace, nothing is deserved, nothing is earned. എല്ലാം കൃപയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, എല്ലാം കൃപയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നു, ഒന്നും നേടിയെടുത്തതല്ല. They totally misunderstood the grace. അതുകൊണ്ട് അവര് കൃപയുടെ ആ ഉപദേശത്തെ അവർ തെറ്റിദ്ധരിച്ചു. The wisdom to understand the mysteries of God. We learned about the mysteries of God in the earlier verses. The mysteries of God. The wisdom to know that they stand righteous in the sight of God. The wisdom to understand they are holy in the sight of God. The wisdom to understand they are they enjoy this redemption by the gift of God. All this has been received through God and not something that they earned. പാപികൾ എന്നുള്ള തിരിച്ചറിവ്, പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് ലഭിച്ചത്, ദൈവത്തിന്റെ മക്കളാണെന്ന്, ദൈവത്തിൽ നിന്ന് വീണ്ടെടുപ്പ് ലഭിച്ചത്, കൃപയുടെ ഉപദേശം കൈക്കൊണ്ടത്, ദൈവത്തോട് ദൈവമാണ് നമ്മളെ അടുപ്പിച്ചു എന്നുള്ള പരിജ്ഞാനമൊക്കെ അതുപോലും നിങ്ങൾക്ക് ലഭിച്ചതാണ്, നിങ്ങൾക്ക് ദൈവം നൽകിയ ദാനമാണ്. Now let's read 1 Corinthians chapter 2 verse 12 and 13. 12-13 വാക്യങ്ങൾ, 2-ാം അധ്യായം. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. Okay, in verse 12 in English we could see the words that we may know the things freely given to us by God. It's been freely given to us by God. അതുകൊണ്ട് നമുക്ക് ലഭിച്ചത് മുഴുവൻ ദൈവം ദാനമായി, ഒരു പൈസയ്ക്കും അല്ലെങ്കിൽ വളരെ സൗജന്യമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. So Paul is asking, what is that you have that you did not receive? ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുള്ളൂ എന്ന് പൗലോസ് The ചോദിക്കുന്നു. second question is pointed towards a total ungratefulness from the Corinth people. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളിൽ നന്ദിയില്ലായ്മയാണ് പൗലോസ് രണ്ടാമത്തെ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. The third question, മൂന്നാമത്തെ ചോദ്യം, if you did receive it, then why do you boast as if you had not received it? മൂന്നാമത്തെ ചോദ്യം, ലഭിച്ചതെങ്കിലോ
ലഭിച്ചത് അല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്തിന്? So you got the gifts, that's only from God. അതുകൊണ്ട് ദൈവത്തിൽ നിന്നാണ് നമുക്കെല്ലാം ലഭിച്ചത്. Why do you consider that it is your own? അതുകൊണ്ട് ലഭിച്ചതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വയം നേടിയെടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? Instead of humbling themselves for what they have received from God, അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, Corinthians had an attitude or a puffed up attitude or arrogance to believe that this is something that they have earned and it has become a status symbol amongst them and a fundamental drive towards a source of conflicts. അതുകൊണ്ട് ലഭിച്ചതാണെങ്കിൽ പോലും നിങ്ങൾ നേടിയെടുത്ത മനോഭാവത്തിൽ നിങ്ങൾ അഹങ്കരിച്ച് മറ്റുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിസന്ധികളിലേക്ക് സഭയെയും നിങ്ങളെ തന്നെ നയിക്കുന്നതിന്റെ കാരണമായി. Third question, the emphasis is there in the words itself, boasting. അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ എന്തിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് ചോദിക്കുന്നു. So 3 questions pointed directly to the Corinthians. അതുകൊണ്ട് കൊരിന്ത്യ സഭയോട്, കൊരിന്ത്യ വിശ്വാസികളോട് പൗലോസ് 3 ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കുന്നു. Who gives you the right to consider yourself? So that's the language he's using. Who gives you the right to consider yourself as superior to others? നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ആരധികാരം തന്നു എന്ന What do മനോഭാവത്തിൽ you have that you have not received from God? ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുള്ളൂ എന്ന് പൗലോസ് ചോദിക്കുന്നു. Even if you have received it, you know that you have received it from God, then why do you boast as if you have not received from God, but you earned it yourself? ലഭിച്ച കാര്യം ലഭിച്ചു, ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ലഭിച്ചതല്ലാത്തതുപോലെ നിങ്ങൾ നേടിയെടുത്ത മനോഭാവത്തിൽ എങ്ങനെ ജീവിക്കുന്നു? So what Paul is trying to say to them is, be careful on what your ground is. അതുകൊണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാദിക്കുന്നു എന്നുള്ളതിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ നൽകണം. You need to humble yourself before the presence of God. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തേണ്ടത് എത്രയോ അനിവാര്യമാണ്. I guess that portion is very clear. With this understanding, let's go to verse 8. 8-ാമത്തെ വാക്യം, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. Now this tone is totally irony, or it's sarcastic way that Paul is attacking the Corinthians. അതുകൊണ്ട് ഇപ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന ഭാഷ വളരെ രൂക്ഷമായി വിമർശിച്ച്, എന്താ പറയാ, സർക്കാസ്റ്റിക് വേയിൽ എന്തോ പരിഹാസ മനോഭാവത്തിൽ ചോദിക്കുന്നു. Yeah, he is using the sarcasm and the irony to അവരെ കള്ളി പൊളിക്കുക പറയില്ലേ മലയാളത്തിൽ, to bring them out of their lies and puffed up or whatever. He is posing this rhetorical these sarcastic questions. അതുകൊണ്ട് വളരെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഉള്ളിലെ സ്വഭാവം പുറത്തെടുക്കാൻ വേണ്ടി പൗലോസ് വളരെ പരിഹസിച്ച് ചോദിക്കുക. The statements. Yeah. So one thing that we could understand is that now there's a question which would come to us, right, from an application perspective. Can we use sarcasm in ministry? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാമോ ശുശ്രൂഷയിൽ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം എല്ലാവരുടെ മനസ്സിൽ ഉദിച്ചു. But generally the understanding is that sarcasm is a very dangerous thing, especially amongst us to use. അതുകൊണ്ട് സർക്കാസം എന്ന് പറഞ്ഞാൽ ഈ പരിഹാസത്തെക്കാൾ ഉപരി എനിക്ക് തോന്നുന്ന കുത്തുന്ന പ്രസ്താവന അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുന്ന പ്രസ്താവനകൾ ഉപയോഗിച്ച് ആളുകളെ പരിഹസിക്കുന്നതോ കളിയാക്കുന്നതോ ചോദ്യം ചോദിക്കുന്നതോ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ വിശ്വാസികൾ എന്ന നിലയിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അനുവദനീയമല്ല. Especially among Malayalis who is high in their ego, or it just needs a spark to ignite that ego. അതുകൊണ്ട് പ്രത്യേകിച്ച് മലയാളികളായ നമുക്കെല്ലാം കുറച്ച് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ഈഗോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പൊതുവെ അത് സ്വാഭാവികമായിട്ട് വരും. But an effective use of sarcasm is what Paul is using to draw the attention because he is a steward of Lord Jesus Christ. എന്നാൽ പൗലോസ് ഇവിടെ അങ്ങനത്തെയുള്ള മനോഭാവത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവരെ സത്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടാണ്
താൻ ഇത് ഉപയോഗിക്കുന്നത് കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു കാര്യവിചാരകൻ എന്ന നിലയിൽ ബോധത്തോടു കൂടിയാണ് താൻ അത് ചെയ്യുന്നത്. We cannot use it because we know our sarcasm, right? നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ കുത്തി തന്നെയാണ് പറയുന്നത്. But I believe Paul can use it because I'll come later to that portion. It answers in the later part of the portion. So then we'll get this clarified there. എന്നാൽ പൗലോസ് എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ. So there are 4 things that Paul is calling out here. You are already filled. നിങ്ങൾ തൃപ്തന്മാരായി. A verb that means that eat to the full. എന്ന് വെച്ചാൽ വയറും കഴിച്ചു, അല്ലെങ്കിൽ നിറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു. And you have done this without the help of Paul or Apollos. നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾ കഴിച്ചു. Directly related to their own spiritual appraisals. അവരുടേതായ ആത്മീയമായ വളർച്ചയെ പൗലോസ് നോക്കി പറയുകയാണ്. We learned about the over-realized eschatology. This is a portion there, connected to that. കർത്താവിന്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ ലോക അവസാനത്തെ പറ്റിയുള്ള അവരുടെ തിരിച്ചറിവിനെ പറ്റി ഇവിടെ പറയുകയാണ്. Paul doesn't mean that they have everything. പൗലോസ് ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാം തികഞ്ഞു എന്നുള്ളതല്ല. They are acting as though they have everything. എന്നാൽ എല്ലാം തികഞ്ഞവരാണെന്നുള്ള നിലയിൽ അവർ പെരുമാറുകയാണ്. Oh, you know what? I have been taught by this person. This mentor has taught me. This guardian has taught me. That is enough. Who are you, Paul? That's enough. Your work is done. The foundation of the Corinth church is laid. Now move on. You go to somewhere else. You are filled. ഞങ്ങളെ അവരിങ്ങനെ പഠിപ്പിച്ചു, ആ പണ്ഡിതൻ ഇങ്ങനെ പഠിപ്പിച്ചു. പൗലോസ്, നീ അടിസ്ഥാനം വിട്ടു, ഇനി നിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഇതൊക്കെ തികഞ്ഞവരായി തീർന്നു എന്ന മനോഭാവം. The second statement, you have become rich. രണ്ടാം, നിങ്ങൾ സമ്പന്നരായി. The emphasis on the word without us, without Paul, without Apollos, you have become rich. നിങ്ങൾ ഞങ്ങളെ കൂടാതെ നിങ്ങൾ സമ്പന്നരായി. You have become pompous in your knowledge. നിങ്ങൾ നിങ്ങളുടെ പരിജ്ഞാനത്തിൽ നിങ്ങൾ സമ്പന്നരായി. It is no more required for the teachings from us. നിങ്ങൾക്ക് ആഡംബര നിലയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഞങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലാത്ത നിലയിൽ നിങ്ങൾ സമ്പന്നരായി നിങ്ങൾ വിചാരിക്കുന്നു. The rich mentions, what it mentions here is a spiritual richness. They have become spiritually rich. They have become self-contained. അതായത് അവർ ആത്മീയമായി എല്ലാം തികഞ്ഞവരാണ്, അവർക്കെല്ലാം ഉണ്ട്, തൃപ്തന്മാരായി തീർന്ന മനോഭാവം. And then the third statement, you have become kings. മൂന്നാമത്, നിങ്ങൾ രാജാക്കന്മാരായി വാഴുന്നു. The earlier verses we read that, right? They consider themselves as kings. നിങ്ങൾ രാജാക്കന്മാരായി നിങ്ങൾ വാഴുന്നു. They imagine themselves in a royal position. അവർ നിങ്ങൾ തന്നെ രാജകീയ വർഗമാണെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ അനുമാനിക്കുന്നു. Paul is at the peak of his sarcasm saying that, oh, you have become you're sitting in a royal position that even we may come along and reign with you. നിങ്ങളുടെ ഇരിപ്പും മട്ടും ഭാവവും കണ്ടാൽ നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുകയും എന്റെ കൂടെ വന്ന് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വന്ന് വാഴണമെന്ന നിലയിൽ നിങ്ങൾ പെരുമാറുന്നു. Paul and Apollos are truly wishing and waiting for them to enter the final kingdom of God. പൗലോസും അപ്പൊല്ലോസും ദൈവരാജ്യത്തിലേക്ക് എന്നേക്കുമായി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ, but from their actions it is implied that they have already in his royal position. എന്നാൽ ഇവരുടെ പെരുമാറ്റവും ഇവരുടെ ക്രമീകരണങ്ങളും നോക്കിയപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തി നിങ്ങൾ വാഴുന്നവരെ പോലെ ജീവിക്കുന്നു. And then Paul says sarcastically, so if you are already there, then please, myself and Apollos, we could also enter the final kingdom with them. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ അങ്ങനെ സിംഹാസനത്തിൽ സ്വർഗത്തിലൊക്കെ എത്തിയ തികഞ്ഞ ആത്മീയരാണെങ്കിൽ എന്നാ പിന്നെ ഞങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോയിക്കോളൂ മനോഭാവം. They have attained a position which neither Paul or apostle or any other apostle can claim. അങ്ങനത്തെ ഒരു സ്ഥാനം പൗലോസിനും ഒരു അപ്പോസ്തലന്മാർക്കും ഒരു വിശ്വാസിക്കും പറയുവാൻ കഴിയാത്ത ഒരു പ്രസ്താവനയെ മനോഭാവത്തിലേക്ക് കൊരിന്ത്യ സഭ എത്തി. It's heights of sarcasm, right? Paul is drilling into their heart. അവരുടെ ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറി അല്ലെങ്കിൽ ആഴത്തിൽ പതിയുന്ന ചോദ്യങ്ങളുമായി പൗലോസ് നൽകുകയാണ്. And then Paul is a beautiful teacher, okay? Though he has got a sarcasm, he teaches them with humility, with with the Christ-like loving kindness is how, as a leader, he is approaching and correcting them. ഇത്രയൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹത്തിന്റെ ആത്മാവിൽ, സൗമ്യതയുടെ ആത്മാവിൽ വളരെ മനോഹരമായി താൻ ആ സഭയെ പഠിപ്പിക്കുന്ന നില നാം നോക്കിയാൽ, he is not losing the grip of correcting. താന് അവരെ തിരുത്തുന്ന നിലയിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടാതെ, but he is telling them the fact, what a true steward of God, what a true apostle of God needs to be. ദൈവത്തിന്റെ കാര്യവിചാരകന്മാർ എങ്ങനെ പെരുമാറണം, എന്ത് മനോഭാവം ഉണ്ടായിരിക്കണം, അപ്പോസ്തലന്മാർ എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. With this understanding, let's read from verse 9 and 10. We'll read 9 and then we'll take 10 onwards. We'll take verse 9. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ
ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായ മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. Paul is bringing two metaphors into their sight. പൗലോസ് രണ്ട് സാങ്കല്പിക ഭാഷ ഉപയോഗിച്ച് താൻ സംസാരിക്കുകയാണ്. So where is this happening to, where is Corinth located? What is the cultural influence? We saw that, right? Greco-Roman cultural influences, right? That's what influencing the places of the church of Corinth. We studied about it. കൊരിന്ത്യ സഭ നമ്മൾ പഠിച്ചതുപോലെ യവന റോമൻ സംസ്കാരങ്ങൾ കൊണ്ട് പെരുകിയിരിക്കുന്ന ഒരു പട്ടണമാണ്. So when Paul mentions these two metaphors, it should clearly make them understand what he is meaning. He is putting a baseline for what he is going to tell onward. അതുകൊണ്ട് രണ്ട് ആലങ്കാരിക പദങ്ങൾ താൻ ഉപയോഗിക്കുമ്പോൾ താൻ പറയുവാൻ പോകുന്ന കാര്യങ്ങളുടെ ഉദ്ദേശശുദ്ധി അവർക്ക് മനസ്സിലാകണം. God has exhibited us apostles, last of all, as men condemned to death. അതുകൊണ്ട് സകല മനുഷ്യർക്കും കാഴ്ചയായി ഞങ്ങളെ മരണവിധിയിലേക്ക് ഏൽപ്പിക്കുന്നവരെ പോലെ ലോകം ഞങ്ങളെ കാണുന്നു. So Paul and his companions are being compared to the prisoners of war in a victory procession. യുദ്ധം കഴിഞ്ഞ ഒരു രാജ്യം, ഒരു രാജാവ് തോറ്റ രാജാവിന്റെ ആളുകളുമായിട്ട് നടന്നു പോകുന്ന ആ ഒരു ആലങ്കാരിക ഭാഷയാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ തോറ്റവരെ പോലെ. In the Roman Empire, whenever the prisoners of war being captured, they paraded them. You know, first comes the generals, the rulers, and everybody. They march. Then at the end comes the slaves. Then comes the prisoners of war who are being caught or being, has been gained as prisoners from that particular war. ജയിച്ച രാജാവ് തോറ്റ രാജ്യത്തിന്റെ ആളുകളുമായിട്ട് അവർ ജയിച്ച അവരുടെ പട്ടണങ്ങളിലൂടെ അവരെ നടത്തും. ആദ്യം അവരുടെ ആ രാജ്യത്തിന്റെ രാജാവ്, അതിന്റെ കഴിഞ്ഞ് അതിനുള്ള ജനറൽസ്, ഏറ്റവും മുഖ്യമായ ആളുകൾ മാറി ആ ജനത്തെ, ഏറ്റവും സാധാരണക്കാരെയും ഈ യുദ്ധത്തിൽ തോറ്റുപോയ ആളുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിജയ ട്രോഫി ആയിട്ട് ഇവരെയൊക്കെ നടത്തുന്ന ഒരു പതിവ് ആ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. And how it ends is usually these prisoners of war is being taken to those gladiator the arena where the gladiating activity takes place. അതുകൊണ്ട് ഈ റോമൻ സാമ്രാജ്യം നമുക്കറിയാം, ഈ പയറ്റുകാരന്റെ ഒരു വലിയ കൊളോസിയമുണ്ട്. അവിടെയാണ് ഇവരെ എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് കൊല്ലുവാൻ തക്കവണ്ണം നിലയിൽ ഈ തോറ്റ ആളുകളെ എല്ലാം കൊണ്ട് ഈ നടപ്പ് കഴിഞ്ഞിട്ട് അവരെ അവിടെയാണ് കൊണ്ടുപോയി ഇവരെ കൊല്ലുന്നത്. The gladiators, they are thrown to the wild animals in the sporting arena for them to face the death. That's a common result for them. അതുകൊണ്ട് പയറ്റുകാരന്റെയും ഈ വന്യമൃഗങ്ങളുടെയും ഒക്കെ ഇടയിലേക്ക് ഇവരെ കൊണ്ടിടുവാൻ വേണ്ടി ഈ തോറ്റ രാജ്യത്തിന്റെ ആളുകളെ എല്ലാം ഈ ജയിച്ച സാമ്രാജ്യം അവരെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകും. They are shown, or their death is shown as a glory, a witness of glory of that particular kingdom. അങ്ങനെ മരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ ജയിച്ച രാജ്യത്തിന്റെ വലിയ ഒരു തേജസ്സായിട്ട്, ഒരു മഹത്വമായിട്ട് അവർ കരുതി അവരുടെ മരണം ഇവരുടെ മഹത്വമായിട്ട് ഇവർ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകും. Their death is a spectacle for the whole universe to witness, both human beings and angels as well. അതുകൊണ്ട് അവരുടെ മരണം, ഈ തോറ്റ ആളുകളുടെ മരണം, ഈ ജനത്തിന്റെ മരണം സകല മനുഷ്യർക്കും കാഴ്ചയായി, ദൂതന്മാർക്കും രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും കാഴ്ചയായി ഇവരുടെ മരണം ഒരു മഹത്വമായി ജയിച്ച സാമ്രാജ്യം കൊണ്ടാടും. So Paul is telling from the earlier verse, see, myself or other apostles or Apollos, we are not like kings, we are not like pompous, we are not like living like a pompous life. We are not the ones who are like living a rich princely or a kingly life. We are the people taken in the procession to die, become a spectacle to the universe to witness. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ പോലെ വാഴുന്നവരല്ല, ഞങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവരല്ല, ഞങ്ങൾ രാജാക്കന്മാരല്ല, ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരെ പോലെ ഞങ്ങൾ കൂത്തുകാഴ്ചയായി, ഞങ്ങൾ ഈ രാജാക്കന്മാർക്കും ഈ ദൂതന്മാർക്കും മുമ്പാകെ ഞങ്ങൾ മരണത്തിലേക്ക് നടന്നു പോകുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരും കാര്യവിചാരകന്മാരും. What makes you consider yourself as superior? അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠർ എന്ന് നിങ്ങൾ എണ്ണുന്നത് എന്തുകൊണ്ട്? And then with that, let's read verse 10 until 13 together. 10 മുതൽ 13 വാക്യങ്ങൾ വായിക്കട്ടെ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കുവാൻ ഇല്ലാതെയും കുത്തുകൊണ്ടും
സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശ്രവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിന്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. So what Paul is trying to mention here is very clear and simple. അല്ലേ? എത്ര simple ആയിട്ടാണ് Paul is bringing. You're considering yourself like this, whereas we apostles are going through this difficult or this stewardship life. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ വലിയ ആളുകളാണെന്നും നിങ്ങൾ വാഴുന്നവരായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശുശ്രൂഷക്കാർ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് വളരെ മനോഹരമായി തന്നെ പഠിപ്പിക്കുകയാണ്. There are three antitheses that we see in verse 10. One is the fools for Christ's sake. Who is fools for Christ's sake? അതുകൊണ്ട് 3 വിരോധാഭാസങ്ങൾ പറയാണ്. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഭോഷന്മാരാണ്. Who is the fools for Christ's sake? ആരാണ് ക്രിസ്തുവിന് വേണ്ടി ഭോഷന്മാർ? Paul, Apollos, and other apostles. മറ്റുള്ള അപ്പോസ്തലന്മാരും. Versus the prudent in Christ. അതിന് നേരെ വിരോധമായി നിൽക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. You are prudent. You have more wisdom. You don't need our teaching. You don't need our guidance. You are spiritually rich. You are already reigning. You are already king. Oh, we are just fools for Christ's sake. നിങ്ങൾ ആത്മീയരായി സമ്പന്നരാണ്. നിങ്ങൾ ബലവാന്മാരാണ്. നിങ്ങൾ പരിജ്ഞാനം പൂണ്ടവരാണ്. ഞങ്ങൾ ഭോഷന്മാർ, ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഭോഷന്മാർ. We are weak, but you are strong. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. We are without honor. We are the people like taken by the for the death, for the universe to witness, right? We are going to be killed like the people who's been killed in the gladiator or in the arena, but you are distinguished, honored guests. ഞങ്ങൾ മാനഹീനരാണ്. ഞങ്ങള് കൂത്തുകാഴ്ചയായി ഞങ്ങളെ കൊല്ലുവാനായിട്ട് ആ പയറ്റുകാരൻ്റെ അടുക്കിലേക്ക് ഞങ്ങളെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും നിങ്ങൾ വിവേകികളും നിങ്ങൾ മഹത്വക്കളും ആകുന്നു. It is like a dagger into their heart, making them to think that what stand that they are standing in the church of Corinth. അതുകൊണ്ട് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളിലെ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കിന് കുത്തുന്ന രീതിയിലേക്ക് അല്ലേ പൗലോസ് കുന്തം വെച്ച് കുത്തി ചോദിക്കുന്ന പോലത്തെ വളരെ മൂർച്ചയുള്ള ചോദ്യങ്ങളുമായി പൗലോസ് വരികയാണ്. Paul effectively rebukes the Corinth church for their inflated self-esteem. സ്വയമായി അവര് പൊങ്ങന്മാർ അല്ലെങ്കിൽ പുഹിങ്ങളാണെന്ന് വിചാരിച്ച് അവരുടെ ആ പൊങ്ങച്ചത്തെ അവരുടെ ആ ചീർപ്പിനെ പൗലോസ് തകർക്കുകയാണ്. Which blinds them of the humble message of the cross. ഇങ്ങനെ ചീർക്കുന്നതിനൊരു കുഴപ്പമുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ സൗമ്യത, അതിന്റെ മാന്യത, അതിന്റെ മഹത്വം മനുഷ്യർ മനസ്സിലാക്കാതെ പോകുന്നു. Corinthians call themselves as prudent, yet they disqualify themselves from God's call. അവര് ആത്മീയരായ ജ്ഞാനികളും സമ്പന്നന്മാരുമാണെന്ന് അവർ അനുമാനിച്ചപ്പോൾ പോലും കർത്താവിന്റെ വചനത്തിൽ അനുശാസിച്ചത് പാലിക്കുവാനായി അവർ കഴിഞ്ഞില്ല. Paul is encouraging the Corinthians, not only the Corinthians, but also us, to be concerned about glorifying God than honoring yourself. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് മാത്രമല്ല നമ്മളോട് ഓരോരുത്തരോടും നമ്മളുടെ സ്വയത്തെ പൊക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ചീർക്കുവാൻ വേണ്ടിനേക്കാൾ ഉപരിയായി കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായി താൻ പറയുകയാണ്. Okay, let's read Acts chapter 5 verse 40 and 41. 5-ാം അധ്യായം 40-41 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ ഇങ്ങനെ വായിക്കുന്നു. അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ടും ന്യായാധിപത്യം സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. So we could see what the apostles are going through, right? They are flogged. They have been ordered not to speak in the name of Jesus, but here people are speaking with their pure wisdom, with their human knowledge, and puffed up, and that they think they are reigning. അപ്പോസ്തലന്മാരെ വിളിച്ചു വരുത്തി അടുപ്പിച്ച് ന്യായാധിപതി സംഘത്തിന് മുമ്പാകെ അവരിനി കർത്താവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് അനുശാസിക്കുമ്പോൾ പോലും ഇവിടെ കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ നിഗളിച്ച് ചീർത്ത് സ്വയം അഹങ്കാരികളായി നിഗളികളായി അവർ മാറുകയാണ്. By world standard,
Paul was a fool, weak, and a dishonored person. ഭൂമിയിലെ അല്ലെങ്കിൽ ഭൗമികമായ മാനുഷികമായ എല്ലാ നിലവാരങ്ങളിലും അപ്പോസ്തലനായ പൗലോസിനെ തുടങ്ങിയ അപ്പോസ്തലന്മാർ ഭോഷന്മാരും ബലഹീനരും അല്ലെങ്കിൽ മാനഹീനരും ഒക്കെ ആയി തീർന്നു. But spiritually, he was exact opposite. എന്നാൽ ആത്മീയമായി അവർ എത്രയോ സമ്പന്നരായി. It is, in fact, the church at the Corinth who were ailing, who were impoverished, and who were inglorious. എന്നാൽ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളായിരുന്നു സമ്പത്ത് ഇല്ലായ്മ അവർക്കുണ്ടായിരുന്നു, ആത്മീയമായ ദാരിദ്ര്യം അവർക്കുണ്ടായിരുന്നു. അവര് ഒരു അടിസ്ഥാനവുമില്ലാത്ത ആത്മീയമായ ഒരു ഭോഷന്മാരായി തീർന്നു. And from verse 11 and 12, if you combine the verse 11 and 12, we see 11 tribulations faced by apostles during that time. ആ കാലഘട്ടങ്ങളിൽ 11 തരത്തിലുള്ള പരിശോധനകൾ അന്നത്തെ അപ്പോസ്തലന്മാർ സഭാ നേതൃത്വം അനുഭവിച്ചത് പൗലോസോട് എഴുതുകയാണ്. Paul is drilling deeper and deeper as a leader, as this apostolic authority, making them understand what it really means to be a disciple of Christ, what it really means to be a steward of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ ശിഷ്യനാകുന്നു എന്നതുള്ളതിന്റെ അർത്ഥം അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലിക ആധികാരികത ഉപയോഗിച്ച് എന്തൊക്കെ പരിശോധനകളാണ് സഭാ നേതൃത്വം കടന്നു പോകേണ്ടതെന്നുള്ളത് പൗലോസ് വ്യക്തമായി അടിവരയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. The verse 11 starts with to this present hour, which means to the very hour, right up to this moment when I am writing to you. പൗലോസ് 11-ാം വാക്യം ആരംഭിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ നാഴിക വരെ ഞാൻ ഈ കത്തെഴുതുന്ന ഈ നിമിഷം വരെ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? And he is describing the 11 tribulations that they undergo. 11 കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുകയാണ്, പരിശോധനകൾ. I try to categorize into 3 categories. ഞാൻ അതിനെ 3 തരത്തിൽ ഞാൻ വിഭജിച്ചിട്ടുണ്ട്. How he is building up the severity of the persecution that they are undergoing. എങ്ങനെയാണ് അവർ അനുഭവിച്ച ആ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പരിശോധനകൾ പീഡകളൊക്കെ എങ്ങനെയാണെന്നുള്ള 3 തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. The first is the physical deprivation and poverty. ഭൗമികമായി ജഡപ്രകാരമായി അവർ അനുഭവിച്ച ബുദ്ധിമുട്ടും ദാരിദ്ര്യവും സങ്കടവും ഒക്കെ. They have faced hunger. അവർക്ക് വിശന്നു. They have faced thirst. അവർക്ക് ദാഹിച്ചു. They are poorly clothed. ഉടുക്കുവാൻ ഇല്ലാതെയും. They didn't have a permanent dwelling. They were homeless. അവർക്ക് സ്ഥിരവാസമില്ലായിരുന്നു. And these were the physical deprivation or the poverty these apostles went through. ജഡപ്രകാരമായ ശാരീരികമായ അവരനുഭവിച്ച ക്ലേശങ്ങളും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും. And then comes the social and relational persecution. സാമൂഹികമായി ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരനുഭവിച്ച പീഡകൾ എന്തൊക്കെയായിരുന്നു? We see here roughly treated. അവർക്ക് ശകാരം കേൾക്കേണ്ടി വന്നു. Yeah. സ്വന്തം കയ്യിൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, അങ്ങനെയല്ലല്ലോ. Okay. Reviled, persecuted and slandered. That is reviled, I think. One you read was reviled is സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കേണ്ടി വരുന്നു. Okay, anyway, they are roughly treated. അവരോട് വളരെ മോശമായി പെരുമാറുന്നു. The roughly treated, the right translation for that is to strike with the fist, like I'm striking with the fist. So that's the literal translation for roughly treated. ഉപദ്രവം അവരെ ഉപദ്രവം ഏറ്റു എന്നുള്ളത് എന്ന് വെച്ചാൽ കൈയുടെ ഈ എൽബോ വെച്ച് ഇടിക്കുക എന്നുള്ളതാണ് എന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം. Then they were reviled, which means they were strongly criticized. അവർക്ക് നല്ല ശകാരമുണ്ടായി, അവരെ പരിഹസിച്ചു, അവരെ ശക്തമായി വിമർശിച്ചു. But then we see an antithesis there, right? Even though they were reviled, they were strongly criticized. What did the apostles do? ആശീർവദിച്ചു. We bless. What a beautiful way, right? ഞങ്ങൾക്ക് ശകാരം കേട്ടിട്ടും ഞങ്ങൾ അവരെ ആശീർവദിക്കുന്നു. The next one, we were persecuted, but we endured. ഞങ്ങൾക്ക് ഉപദ്രവം ലഭിച്ചു, ഞങ്ങൾ സഹിച്ചു. And the last one, we were slandered, but we conciliate. ഞങ്ങൾക്ക് ദൂഷണം കേൾക്കേണ്ടി വന്നു, നല്ല വാക്ക് പറയുന്നു. Just opposite of what they're receiving. അവർ കൊടുത്ത് ലഭിക്കേണ്ടതെന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. With this understanding, let's read Luke chapter 16, 28, 30.
ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 28-30 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിന്നെ ഒരു ചെകിടത്ത് അടിക്കുന്നവൻ മറ്റൊരു കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. Whose words are these? നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. ഇതാരുടെ വാക്കുകളാണ്? Whose words are these? His own words, his master's words. ഇത് പൗലോസിന്റെ യജമാനന്റെ വാക്കുകളാണ്. And using as that an example for himself, he is following the example of his master, and he's saying that when we are reviled, we bless in the name of the Lord because the Lord did it. നമ്മളെ ശപിക്കുന്നെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കും, കർത്താവിന്റെ നാമത്തിൽ നാം ചെയ്തും. യജമാനൻ എന്ത് പറഞ്ഞോ ശിഷ്യൻ അതുപോലെ പാലിക്കും. If we are persecuted, we endure in the name of the Lord because that's what he demonstrated. നമ്മളെ ഉപദ്രവം സഹിച്ചുവെങ്കിൽ നമ്മൾ സഹിക്കുന്നു, കാരണം കർത്താവായ യേശുക്രിസ്തു യജമാനൻ പറഞ്ഞതുപോലെ. When we are slandered, we conciliate, we answer kindly, we humbly make our appeal because my master's behavior is such. ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് നല്ല വാക്ക് പറയുവാനും, കാരണം എന്റെ യജമാനൻ അങ്ങനെ ചെയ്തു. And that is a true example of a steward at church. അതാണ് ഒരു കാര്യവിചാരകൻ, സഭാ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സഭയെ നയിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷത. He is trying to bring forth what he has learned from his master, from his Lord, unto and teaching the Corinth church. കർത്താവിൽ നിന്ന് എന്ത് താൻ പഠിക്കുകയും ചെയ്തു, അത് താൻ സഭയെ പഠിപ്പിക്കുകയും ചെയ്യുന്നു, പ്രാവർത്തികമാക്കുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്നു. The next category of the persecution is status and identity degradation. അവരെ വ്യക്തിഹത്യ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഉള്ള മാനം കളയുന്ന നിലയിലുള്ള പരിശോധനകൾ അവർക്കുണ്ടായി. The two status and identity degradation, there are two things that's been mentioned there. One is they are considered as scum of the world. ലോകത്തിന്റെ ചവറ് പോലെയാണ് ആളുകൾ ഞങ്ങളെ കരുതിയത്. The literal meaning is sweepings from the floor. എന്ന് വെച്ചാൽ ഈ വഴിയിലെ തറയിലെ പൊടി ഇങ്ങനെ ചവറ് പോലെ അല്ലെങ്കിൽ ആ ചവറിനെ പോലെയാണ് നമ്മളെ കരുതിയത്. Or dirt removed from the body. This is a literal translation for scum of the earth. ആ ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന്റെ അടിയിൽ നിന്ന് എടുത്തു കളഞ്ഞ അഴുക്ക് അല്ലെങ്കിൽ അത് തന്നെയാണ് ചവർ. ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന എടുത്തു കളയുന്ന അഴുക്കും അതുപോലെ ഫ്ലോർ അടിച്ചു വാരി അല്ലെങ്കിൽ തൂത്തെടുക്കുന്ന പൊടി പോലെ. So that is the meaning of the scum of the world. ചവർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ കേട്ടല്ലോ, തറയിൽ നിന്ന് കിട്ടുന്ന പൊടിയും ശരീരത്തിൽ നമ്മൾ കഴുകിക്കളയുന്ന അഴുക്കും. The next one is the dregs of all things. അടുത്തതാണ് നമുക്ക് വളരെ പേടിയുള്ളത്, absolute garbage. ഓക്കെ, ഇന്ന് വരെ സകലത്തിന്റെയും അഴുക്കായി തീർന്നത്, എല്ലാത്തിന്റെയും അഴുക്ക്. The lowest possible regard by the society. സമൂഹത്തില് അഴുക്കിന് എന്താണ് സ്ഥാനം നമുക്കറിയാം അല്ലേ, എന്തോരും താഴ്ന്നാണ് നിൽക്കുന്നത്. Essentially what Paul is trying to say is, Corinthians, you're filled, you're rich, you're rulers, you're wise, you're powerful, you're honored, but here we are, dregs of all things and scum of the world. പൗലോസ് പറയുകയാണ്, നിങ്ങൾ സമ്പന്നരാണ്, നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുന്നു, നിങ്ങൾ വാഴുന്നു, ഞങ്ങളോ ലോകത്തിന്റെ അഴുക്കും ചവറുമായി തീരുന്നു. We are left to die as a spectacle for others. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ കണ്ട് രസിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ മരണത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നു. With this understanding, let's go to verse 14. 14-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ നാണിപ്പിക്കുവാനല്ല എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. See, I told you, though he is using that sarcasm, this is the intent of Paul right in his heart. പൗലോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷിച്ച് ചോദിച്ച ചോദ്യങ്ങളല്ല, അതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അവരെ സ്നേഹത്തിന്റെ ആത്മാവിൽ പഠിപ്പിക്കുക. I told you Paul could use it, but we cannot. This is the reason. പൗലോസിന് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു, നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതും കൊണ്ട് തന്നെയാണ്. And it will make even more clearer when we go down the verses. താഴെ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. When Paul calls them as my beloved children, what is Paul to them? എന്റെ പ്രിയ മക്കളെ വിളിക്കുമ്പോൾ പൗലോസിന് ആരാണ് ഇവർ? What is them? What is Paul to them? ആത്മീയ പിതാവ്, his spiritual father. ആത്മീയമായി അവരെ ജനിപ്പിച്ച പിതാവാണ്. So the spiritual father is correcting his beloved children
guys, you're going wrong. This is the way that you should go. ആത്മീയമായ അവരെ ജനിപ്പിച്ച പിതാവ് പറയാണ്, പിള്ളേരെ നിങ്ങൾ തെറ്റായ നിലയിലാണ് പോകുന്നത്, ഈ നിലയിലാണ് പോകേണ്ടത്. Actually, they should be ashamed of, right? Paul is saying, I am writing this not to shame you, but actually, they should be ashamed of. നാണിപ്പിക്കുവാനല്ല, പക്ഷെ അവർ നാണിച്ചു പോകേണ്ടവനാണ്. But Paul is writing this to warn them. എന്നാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. Because there will come a time, otherwise, they will be ashamed. കാരണം അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ നാണം കെട്ടുപോകും. So he's invoking that spiritual relationship of a father and children, and he's saying, as beloved children, I am disciplining you. അതുകൊണ്ട് ഒരു പിതാവ് എന്ന നിലയിൽ പിതാവിന്റെ സ്ഥാനം ഉള്ളത് കൊണ്ട് മക്കളോട് പെരുമാറുന്ന പോലെ പൗലോസ് അവരെ മുന്നറിയിപ്പ് നൽകുകയാണ്. Through this, Paul is re-establishing his spiritual, his apostolic authority. We said that, right? He was questioned, but he is also emphasizing his apostolic authority, saying that, see, I am spiritual father and you are still children. Learn, listen, is a warning to you. Correct yourself. അതുകൊണ്ട് താൻ പറയുകയാണ്, ആത്മീയമായി ഞാൻ നിങ്ങളുടെ പിതാവും അപ്പോസ്തലികമായി ആധികാരികത ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്റെ കുഞ്ഞുങ്ങളെ തിരുത്തുന്ന പോലെ ഞാൻ നിങ്ങളെ തിരുത്തുന്നു, കാരണം നിങ്ങൾ എന്റെ പ്രിയ മക്കൾ. It will be more clearer his position in the church when we read the verse 15. Let's read verse 15. 15-ാം വാക്യം തന്റെ സ്ഥാനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. നിങ്ങൾ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. This is the reason Paul has all liberty to use, to warn, to use sarcasm or whatever methods to correct them. ഈ ആധികാരികത അവരെ ജനിപ്പിച്ചു എന്നുള്ളത്, അവരെ ആത്മീയമായി നടത്തി എന്നുള്ളതിന്റെ അധികാരത്തിലാണ് പൗലോസ് ഇവരെ ഗുണശാസിക്കുന്നത്. Paul is saying nobody has that right, but I have that right. ഒരുപാട് ഒരുപാട് ഗുരുക്കന്മാരുണ്ടാവും, പക്ഷെ ഒരു പിതാവ് എന്ന നിലയിൽ പിതാക്കന്മാർ നിലൊന്നും കേറയില്ല, ആ അധികാരം എനിക്കുണ്ട്. Paul distinguishes himself between the tutors or the guardians or the instructors to that of the spiritual father. ഗുരുക്കന്മാരും ആത്മീയ പിതാവും തമ്മിൽ തന്നെ താൻ വേർതിരിക്കുകയാണ്. Tutors may guide, but it is Paul who birthed them spiritually through the gospel. ഗുരുക്കന്മാർ ഒരുപാട് നിങ്ങളെ ഉപദേശിച്ചു കാണും, പക്ഷെ ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്. You would not have many fathers because Paul is their spiritual father. ഒരുപാട് പിതാക്കന്മാർ നിങ്ങൾക്ക് കാണില്ല, കാരണം ഞാനാണ് നിങ്ങളുടെ ആത്മീയമായ. His special status of spiritual position or a fatherhood gives him the responsibility and authority to correct them. ആത്മീയമായി അവരെ ജനിപ്പിച്ച പിതാവ് എന്ന നിലയിൽ താൻ ആ അധികാരം ഉപയോഗിച്ചു അവരെ തിരുത്തുവാൻ താൻ ഇറങ്ങുകയാണ്. His relationship with the Corinthian church is foundational because he was an instrument to bring them in faith in Christ. കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ബന്ധം അടിസ്ഥാനപരമാണ്. കാരണം ആ സഭയുടെ അത് ഉത്ഭവിക്കുവാനായിട്ടുള്ള ഒരു കാരണം പൗലോസിന്റെ പ്രയത്നം കൂടെയാണ്. When Paul says, for in Christ I became your father through the gospel, സുവിശേഷം നിമിത്തം ഞാൻ നിങ്ങളെ ജനിപ്പിച്ചു. Paul is not taking a spiritual or a personal pride in it, but it is all about humbling himself as a God's instrument in their salvation. എന്ന് വെച്ചാൽ ആത്മീയമായി നെകളിക്കുവാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ ഒരു ഉപകരണമായി തന്നെ താഴ്ത്തി അവരെ തിരുത്തുവാൻ താൻ ആ സ്ഥാനം ഉപയോഗിക്കുന്നു. If that is the case, if I am your spiritual father, if I birthed you through gospel in Christ Jesus, then there are certain things that you need to do and listen to me and obey me. ഞാൻ അങ്ങനെ നിങ്ങളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീയമായ പിതാവാണെങ്കിൽ, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചേ മതിയാകുകയുള്ളൂ. What is that? Let's read verse 16 and 17. എന്താണ് താൻ പറഞ്ഞ കാര്യങ്ങൾ? 16-17 ആകയാൽ എന്റെ അനുകാരികളാക്കുവീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇതു നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. There are two things that Paul is calling out in verse 16 and 17. രണ്ട് കാര്യങ്ങൾ പൗലോസ് 16-17 വാക്യങ്ങളിൽ പറഞ്ഞു. One is to imitate him. ഒന്ന്, എന്നെ അനുകരിക്കുക. What is imitate him? His way of life, his way of stewardship, his way of leadership, his way of sitting in the and exercising his responsibility as a spiritual father to the church of Corinth. ഞാൻ
ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്നെ അനുകരിപ്പിൻ, എൻ്റെ ക്രമം, എൻ്റെ രീതി, എൻ്റെ സുവിശേഷത്തിലുള്ള എൻ്റെ മനോഭാവം നിങ്ങൾ അനുകരിപ്പിൻ. Ultimately, he's urging Corinthians to follow Christ as Paul follows Christ. ക്രിസ്തുവിനെ പൗലോസ് അനുഗമിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുവിൻ. The second thing that he is urging is return to the way of life in Christ Jesus. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ജീവനിലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ. That's the very reason why he is sending Timothy. Now, we do not know whether Timothy has already been sent, Timothy is bringing this, or Timothy is planned to be sent. We do not know about the timeline of this, but one thing is sure, Timothy would be there in their presence in Corinth. തിമോത്തിയോസ് ആണോ ഈ കത്ത് കൊണ്ടുപോയത്, തിമോത്തിയോസ് ഓൾറെഡി എത്തിയോന്ന് നമുക്കറിയില്ല. പക്ഷെ തിമോത്തിയോസിനെ സഭയിലേക്ക് അയക്കുവാൻ പൗലോസ് ക്രിസ്തുവിന്റെ ജീവനിലേക്ക്, സുവിശേഷത്തിന്റെ ജീവനിലേക്ക് അവരെ നയിക്കുവാൻ അവനെ അയക്കുന്നു. The purpose of sending Timothy is to teach in the church. തിമോത്തിയോസിനെ അയക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? സഭയിൽ പഠിപ്പിക്കുവാൻ വേണ്ടി. And we see that how he's introducing Timothy. Timothy, who is my beloved and faithful child in the Lord. എന്റെ പ്രിയ കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തി. He will remind you of my ways which are in Christ. ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. Return to the way of life in Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ജീവനിലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ. When I was reading this, he's introducing Timothy as my beloved and faithful child in the Lord. കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായിട്ട് ആഴ്ത്താൻ. I think Paul is purposefully giving that importance to Timothy. Otherwise, his Corinth church will say, who is this guy coming? We don't even bother Apollos. Who is he to come and teach me? അപ്പൊല്ലോസിനെ ഇവന്മാര് ഗണിക്കുന്നില്ല, പിന്നെ തിമോത്തിയോസിനെ ആര് ഗണിക്കണം? അതുകൊണ്ട് പൗലോസ് പറയുകയാണ് കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനും ആയി. He is giving a right introduction and say that he is a picked up candidate to come and teach among you, to remind you of returning to the way of life in Christ Jesus. അതുകൊണ്ട് പല ഗുരുക്കന്മാരിലും ഞാൻ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നു. Yeah, let's go to verse 18. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ തീർത്തിരിക്കും. It explains the reason, also why the Paul is writing this letter. എന്തുകൊണ്ടാ പൗലോസ് കത്ത് അല്ലെങ്കിൽ ഇത്ര കാഠിന്യമായി എഴുതുന്നതിന്റെ കാരണം മനസ്സിലാക്കുവാൻ കഴിയും. We know that Paul is likely to visit them. പൗലോസ് അവരെ ചെന്ന് കാണുവാൻ സാധ്യതയുണ്ട്. But then his visit for some reason got delayed. എന്നാൽ താൻ വരുന്നത് അല്പകാലത്തേക്ക് പക്ഷെ ഡിലേ ആയി കാണും, താമസിച്ചു പോയി. But his lack of presence, his delay in visiting the church of Corinth, what is the result? What is the result which happened in the Corinth church? They become arrogant. They become puffed up. പൗലോസ് വരുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് എത്താത്തത് കൊണ്ട് അവർ വീണ്ടും ചീർത്തു പോകുന്നു. A warning directly aimed at troublemakers in the church. സഭയിൽ പ്രശ്നമുണ്ടാക്കുന്നവരെ വ്യക്തിപരമായി പൗലോസ് ഉദ്ദേശിക്കുന്നു. Paul warns them of dealing with that cluster of troublemakers in the church. സഭയിൽ അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന ചീർത്തിരിക്കുന്ന ആളുകളെ പറ്റി പൗലോസ് സഭയെ ഓർമ്മിപ്പിക്കുന്നു. And Paul is also saying in anticipation that he is going or likely to address some of the serious concerns that's been identified in the Corinth church. കൊരിന്ത്യ സഭയിൽ സംഭവിച്ച ചില ഗുരുതരമായ ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണമുള്ള ആളുകളെയും പൗലോസ് ഓർമ്മിപ്പിക്കുവാൻ പോകുന്നതിന്റെ ഒരു സൂചന. And that is what I am going to achieve when I come. അതാണ് ഞാൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. That's there in verse 19. 19ാമത്തെ വാക്യം, കർത്താവിൻ ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യ വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. The emphasis here is on the certainty of the Paul visit if the Lord wills, but we don't know when. പൗലോസിന്റെ വരവിലാണ് ഇതിന്റെ ഈ ഉറപ്പ് അല്ലെങ്കിൽ ഈ ചീർത്തിരിക്കുന്നവരുടെ ഡീൽ എന്ന കേസിൽ പൗലോസ് പറയുന്നത്. Yeah. Let's read 1 Corinthians 16. 1 Corinthians 16. 7 to 9. 7 മുതൽ 9 വരെ വാക്യങ്ങൾ അവസാനത്തെ അധ്യായം. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോട് കൂടെ പാർക്കുവാനും ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിലല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത്. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുമുണ്ട്. So this is the reason probably for his tiring to visit Corinth.
അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പൗലോസ് കൊരിന്തിലേക്ക് പോകാനായിട്ട് താമസിക്കുന്നത് വേറൊരു വലിയ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നതുകൊണ്ട് അദ്ദേഹം പോകുന്നു. Yeah, but he's saying for certain he would visit them. എന്നാൽ താൻ പറയാണ് ഉറപ്പായിട്ട് ഞാൻ വരും. Paul wants, or he's already giving them a hint of his purpose, of his objective of visit. എന്തിനാണ് പൗലോസ് വരുവാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഉദ്ദേശവും പൗലോസ് ഇവിടെ പറയുന്നു. Paul wants to see their claims, whether they have or hold the genuine spiritual authority or just arrogance and empty words. അതുകൊണ്ട് അവിടെ ചേർത്തിരിക്കുന്നവർക്ക് ശരിക്കും വല്ല കഴമ്പുണ്ടോ അതോ ആത്മീയമായ ഒരു പരിജ്ഞാനമില്ലായ്മയാണോ അവരെ ചീർപ്പിക്കുന്നതെന്ന് പൗലോസ് അറിയണം. What is indirectly telling them is that what they lack is the power of spirit which gives a believer a new life in Christ, a transformed life in Christ, which sets them free in Christ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലായ്മ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. ആ ശക്തിയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ അവരെ രൂപാന്തരപ്പെടുത്തുന്നത്, സഭയെ രൂപാന്തരപ്പെടുത്തുന്നത്. Instead, the Corinthians are truly focused upon the wisdom which makes them puffed up, which makes them arrogant. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ അവരുടേതായ വിവേകത്തിലും പരിജ്ഞാനത്തിലും ചീർത്തുകൊണ്ട് വളരുന്നു എന്ന് അവർ കരുതുന്നു. Remember, they disregarded Paul for his eloquence of words, lack of eloquence of his words. പൗലോസിന്റെ വാക്കുകളുടെ പൗലോസിന് സ്റ്റട്ടറിംഗ് അല്ലെങ്കിൽ വാക്കുകളുടെ പെരുമയില്ലാത്തത് കൊണ്ട് അവർ പൗലോസിനെ പരിഹസിച്ചു. Paul do not have any fear in confronting these factions of people in the Corinth church. He says that I would come visit, sit with you, talk to you, and ഓരോ കള്ളികളിയായിട്ട് അടിക്കും അല്ലേ? Yeah, that's what he's telling. അവന് ചീർത്തിരിക്കുന്നതിനെ പറ്റി ഒരു പേടിയുമില്ല, അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്യാനും പൗലോസിന് ഭയമില്ല. ആരൊക്കെയാണോ ചേർത്തിരിക്കുന്നത് അവരെ ഞാൻ നേരിൽ വന്ന് കണ്ട് അവരോട് വ്യക്തിപരമായി ഇടപെട്ട് ഓരോന്നിനും പ്രശ്നം പരിഹരിക്കും. A true apostolic authority is not proven by speech but by spirit empowered life and ministry. അപ്പോസ്തലിക ആധികാരികതയും സഭാ നേതൃത്വത്തിന്റെ ആധികാരികതയും വാക്കുകളുടെ പെരുമ കൊണ്ടോ കഴിവിന്റെ പെരുമ കൊണ്ടോ അല്ല, ആത്മീയമായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മീയമായ ജീവന്റെ ശക്തി കൊണ്ടാണ് ആധികാരികത ജീവിതത്തിലേക്ക് വരുന്നത്. I'll take few more minutes, but I would like to complete this. Let's read verse 20. 20-ാം വാക്യം, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. For the kingdom of God does not consist in words but in power. ദൈവരാജ്യം ശക്തിയിലത്രേ നിലകൊള്ളുന്നത്. While the focus of the factions in the Corinth church were in arrogance, divisions, self-ambitions, supremacy, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കൊരിന്ത്യ സഭയിലെ വിഭജനങ്ങൾ അത് അഹങ്കാരത്തിലും അല്ലെങ്കിൽ വ്യക്തിപരമായി അവർ ഡിവൈഡ് ചെയ്തെങ്കിലും ഗുരുക്കന്മാരിൽ ഡിവൈഡ് ചെയ്തെങ്കിലും സ്വാർത്ഥതയിലൊക്കെയാണ് ചെയ്തെങ്കിൽ Paul's focus and attention is clearly on the kingdom of God. പൗലോസിന്റെ ശ്രദ്ധയും തന്റെ വിഷയവും എല്ലാം ദൈവരാജ്യമാണ്. Remember, they were already living as kings, right? അവർ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു. They had a lifestyle of living as kings in the kingdom. ദൈവരാജ്യത്തിൽ രാജാക്കന്മാരെ പോലെ അവർ ജീവിക്കുന്നു. Paul emphasizes that the kingdom of God is not advanced by this human eloquence or the philosophical wisdom or the human skills. ദൈവരാജ്യം മുന്നോട്ട് പോകുന്നത് മാനുഷികമായ ബുദ്ധിയോ പരിജ്ഞാനമോ വിവേചനമോ അല്ലെങ്കിൽ തത്വപരമായ പരിജ്ഞാനം കൊണ്ടോ മാനുഷികമായ കഴിവ് കൊണ്ടോ അല്ല, but in power. എന്നാൽ ശക്തിയിൽ അത്ര ദൈവരാജ്യം മുന്നോട്ട് പോകും. Is the power of the Spirit, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയാണ്, which gives a believer a new life in Christ, ക്രിസ്തുവിൽ ഒരു പുതുജീവൻ സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ a transformed life, രൂപാന്തരപ്പെടുന്ന ജീവിതം, a demonstration of the transforming work of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം കാണുവാൻ കഴിയും. Who could change lives, അത് ജീവിതങ്ങളെ തൊടുവാൻ കഴിയും. could endure in suffering, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാൻ, could be the witness of the gospel. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാൻ കഴിയും. And this should be the weightage that should be considered for those who are in power or under the power of the Holy Spirit. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ളവർക്ക് ഇങ്ങനെ രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ കഴിയും. So Paul here is dismantling the attitude of the Corinth church by showing the kingdom of God is operating through the divine power and not human performance. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി സ്പഷ്ടമായ ആധികാരികതയോടുകൂടെ ദൈവരാജ്യം മുന്നോട്ട് പോകുന്നത്
ശക്തി കൊണ്ടോ കഴിവ്, മാനുഷികമായ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടല്ല, ദൈവ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടത്രേ ഇത് മുന്നോട്ട് പോകുന്നത്. With that, we read the verse 21. 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് ഏതു വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലോ സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? One more use of a metaphor of father and child. അപ്പനും മക്കളും തമ്മിലുള്ള ഒരു ആലങ്കാരിക ഭാഷയും കൂടെ പൗലോസ് ഉപയോഗിക്കുകയാണ്. This threat is directed at their arrogance. അത് അവരുടെ അഹങ്കാരത്തെ കേന്ദ്രീകരിച്ചാണ് പൗലോസ് When ചോദിക്കുന്നത്. Paul says that I come to you with a rod, he says, should I come to you as a father to discipline you? ഞാനൊരു വടിയുമായിട്ട് വരണോ എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ, ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങളെ ശിക്ഷണത്തിലേക്കാണോ നയിക്കേണ്ടത്? Or with love and spirit of gentleness, he means, or will you correct yourself in light of the truth mentioned in this letter? സ്നേഹത്തിലോ സൗമ്യതയിലോ ആണോ ഞാൻ കടന്നു വരേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ വരാതെ തന്നെ നിങ്ങൾക്ക് തിരുത്തുവാനായിട്ട് കഴിയുമോ? With love. സ്നേഹത്തിൽ. All of the Christian conduct must be controlled within the dynamics of this love. ഈ സ്നേഹത്തിന്റെ അതിർവരമ്പുകളിൽ വേണം ആത്മീയമായി ശിക്ഷണവും അല്ലെങ്കിൽ തിരുത്തലുകളും സംഭവിക്കേണ്ടത്. Paul, by saying this, is literally giving them no option. Option A, option B, option C, no option, but to change their behavior and listen to what he is saying. 21-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ വിശ്വാസിക്ക് വിശ്വാസിക്ക് ഒരു ഓപ്ഷനും കൊടുക്കുന്നില്ല. നന്നായേ മതിയാകുകയുള്ളൂ. Whatever way, he is coming as a spiritual father. ഏത് വഴി ഉപയോഗിച്ചോ, അടിയാണോ സ്നേഹമാണോ, നന്നായേ മതിയാകുകയുള്ളൂ. Because in a house, a father is like that, right? വീട്ടിൽ നമ്മുടെ അപ്പന്മാർ അങ്ങനെയാണല്ലോ. Whenever the tantrums is going overboard, 2 lashes. അതെ, ഓവറായിട്ട് വീട്ടിൽ മക്കള് ഓവറായിട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലേ അവര് ശരിയായ നിലയിൽ പെരുമാറത്തപ്പോ വടി കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വെച്ചാൽ വടി എടുക്കേണ്ടി വരും. But first what we say, Mone, don't do, this is wrong, this is not the way you should do, please do it, correct yourself. They don't listen. Then next what happens? Give them. But what we do, we don't really want them to be destroyed, but we do that in love. And that's exactly Paul is saying. I am the spiritual father, and do you want me to come with a stick, or you will take this warning and correct yourself? വീട്ടിലപ്പന്മാർ ഉപയോഗിക്കുന്ന അതേ ആലങ്കാരിക ആ ഭാഷയാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഞാൻ വടിയെടുത്ത് അടിക്കണോ? അടിക്കാൻ വേണ്ടി അല്ല, നശിപ്പിക്കാൻ വേണ്ടി അല്ല വടിയെടുക്കുന്നത്, അവർ തിരുത്തപ്പെടുവാൻ വേണ്ടിയാണ്. With that, we'll go to the application part of the chapter 4. 4-ാം അധ്യായത്തിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് കടന്നു വരാം. Few things that we could note for the church. Cultivate humility in gifts. ആത്മീയമായ വരങ്ങളിൽ സൗമ്യത അഭ്യസിപ്പാൻ നമുക്കിടയാകണം. We saw that all gifts are equal in the sight of God because God has given them. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച പോലെ എല്ലാ ആത്മീയ വരങ്ങളും ദൈവസന്നിധിയിൽ ഒരേ റാങ്കിലാണ്. And that is why we need to have a humility which is being developed. Because you remember Corinthians, what do? Some spoke in tongues, they consider themselves high. Someone in prophecy, they consider themselves as high. They consider a traded. It was like a business. Who is supreme in their gifts? അതുകൊണ്ട് കൊരിന്ത് സഭയിലെ നേരത്തെ നമ്മൾ കേട്ടതുപോലെ അവരുടെ ആത്മീയ വരങ്ങൾ അവർ അഹങ്കരിച്ചു അല്ലെ. പ്രവചനപരമുള്ളവർ ഞങ്ങളാണ് സുപ്രീം, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ഞങ്ങളാണ് വലിയവർ എന്നും പറഞ്ഞ് ഒരു കച്ചവട രീതിയിൽ തന്നെ അവരൊരു റാങ്കിങ് സിസ്റ്റത്തിലേക്ക് പോകാനായിട്ട് തന്നെ അവർ ശ്രമിച്ചു. The church has to encourage members to use their spiritual gifts for service and not for status. സഭ വിശ്വാസികളുടെ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവജനത്തിന്റെയും ദൈവജനത്തോടുള്ള ശുശ്രൂഷയുടെയും അടിസ്ഥാനത്തിലേക്ക് വേണം, അല്ലാതെ സ്വയമായി പ്രശംസിക്കാൻ വേണ്ടിയല്ല. We should celebrate God's grace rather than compare achievements. കർത്താവിന്റെ കൃപ സെലിബ്രേറ്റ് ചെയ്യുവാനും സ്വയമായിട്ടുള്ള കഴിവുകളെ ആഘോഷിക്കുവാനും വേണ്ടിയല്ല. The leaders has to embrace apostolic example. നേതാക്കന്മാർ, നേതൃത്വത്തിൽ വരുന്നവർ അപ്പോസ്തലന്മാരുടെ മാതൃക പിൻചെല്ലുവാനിടയാകണം. True discipleship involves hardship, endurance, blessing in response to mistreatment. ശിഷ്യത്വം എന്ന് പറയുന്നത് കഷ്ടപ്പാടും സഹിഷ്ണുതയും ദീർഘക്ഷമയും അല്ലെങ്കിൽ ശകാരം കേട്ടിട്ട് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവരായി അപ്പോസ്തലിക മാതൃക പിൻചെല്ലുവാനിടയാകണം. Teach the congregation to expect opposition but respond with Christ-like love. നമ്മുടെ സഭയെ ശകാരം കേൾക്കുവാൻ, എതിർപ്പുകൾ ലഭിക്കുവാനായി അവരെ അഭ്യസിപ്പിക്കണം. എന്നാൽ അങ്ങനെ ലഭിക്കുമ്പോൾ
ഭർത്താവിന്റെ സ്നേഹത്തിൽ പെരുമാറുവാനിടയാകണം. Create a culture. The leaders has to create a culture where suffering for the gospel is honored, not hidden. സഭയിലെ നേതൃത്വം സുവിശേഷത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് മാനമായി കരുതുകയും അത് ഒളിച്ചു വെക്കേണ്ടതുമല്ല. Third thing, the leaders has to embrace a fatherly leadership at church. മൂന്നാമതായി സഭാ നേതൃത്വം പിതൃതുല്യമായ നേതൃത്വ പാഠവങ്ങൾ ഉൾക്കൊള്ളുവാനിടയാകും. The leaders of the church should shepherd with both correction and affection. സഭാ നേതൃത്വം സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർ സ്നേഹത്തിന്റെ ആത്മാവിൽ തിരുത്തുവാനും പിതൃതുല്യമായി തിരുത്തുവാനും ഇടയാകും. They should mentor young believers. യുവവിശ്വാസികളെ അവർക്ക് മെന്റർ ചെയ്യുവാനിടയാകും. Demonstrate humility and faithfulness rather than mere instruction. It's a very important point that we should learn from this lesson from Paul. അപ്പോസ്തലനായ പൗലോസിന് ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഒരു പാഠം കേവലം ഉപദേശം മാത്രമല്ല, താഴ്മയോടുകൂടെയും വിശ്വസ്തമായിട്ട് വേണം വിശ്വാസികളോട് ഇടപെടേണ്ടത്. Demonstrate through their lives, demonstrate humility and faithfulness rather than mere instructions of words. എന്റെ ജീവിതത്തിൽ ഞാൻ താഴ്മയും വിശ്വസ്തതയും പാലിച്ചു വേണം ഞാൻ ഉപദേശിപ്പാനും പിതൃതുല്യമായ നേതൃത്വം നൽകുവാനും. Focus on God's kingdom. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി കേന്ദ്രീകരിക്കുക. The kingdom of God is not in words, but it is spirit empowered transformation. ദൈവരാജ്യത്തിന്റെ ലക്ഷ്യവും ദൈവരാജ്യത്തിന്റെ ജീവിതവും എന്ന് പറയുന്നത് അത് വാക്കുകളിലല്ല, പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന ജീവിതങ്ങളിലേക്ക് വേണം നയിക്കപ്പെടുവാൻ. Prioritize spirit led ministry. പരിശുദ്ധാത്മാവ് നയിക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശുശ്രൂഷകളായിരിക്കണം. Focus on transformed lives over eloquence or performance. രൂപാന്തരപ്പെട്ട ജീവിതങ്ങളായിരിക്കണം സഭയുടെ ലക്ഷ്യം. പെർഫോമൻസോ അല്ലെങ്കിൽ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നോ അല്ല. And the last one, as far as application for the church, discipline with love. We saw that. ശിക്ഷണം സ്നേഹത്തിന്റെ ആത്മാവിൽ ശിക്ഷണ നടപടികൾ. Correction must be firm yet rooted in love and gentleness. തിരുത്തലുകൾ ശക്തമായിരിക്കണം, പക്ഷേ സ്നേഹത്തിലും സൗമ്യതയുടെയും ആത്മാവിൽ വേണം നൽകുവാൻ. The leaders should balance accountability with compassion. സഭാ നേതൃത്വം ഉത്തരവാദിത്വവും കരുതലും ഒരുമിച്ച് കൊണ്ടുപോകാനിടയാകണം. We should aim for restoration, not humiliation. ശിക്ഷണ നടപടിയിലേക്ക് നാം പോകുമ്പോൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണം നമ്മുടെ ലക്ഷ്യം, പരിഹസിച്ച് തഴയുവാൻ വേണ്ടിയല്ല. Application for families. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ. Teach children humility. നമ്മുടെ കുഞ്ഞുങ്ങളെ സൗമ്യത പഠിപ്പിക്കുവാൻ നമുക്ക് ഇടയാകണം. Parents should remind the children that talents, success, blessings are all gifts from God. കുഞ്ഞുങ്ങളെ നാം ഓർമ്മപ്പെടുത്തണം, നമുക്ക് ലഭിച്ച എല്ലാം, അവരുടെ കഴിവുകൾ, പഠനം, വിദ്യാഭ്യാസം, ബുദ്ധി, പരിജ്ഞാനം എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. Encourage gratitude instead of pride, so that our generation will not be like what the Corinth church was. നന്ദിയുള്ളവരായി ജീവിക്കുവാനായിട്ട് അഹങ്കരിക്കുവാനായി ഇടയാകാതെ അവരെ പഠിപ്പിക്കണം. കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ മാറിയതുപോലെ നമ്മുടെ തലമുറകൾ മാറുവാനിടയാകരുത്. Remember, these problems came in the Corinth church, which was early church period, right? ആദിമ സഭയുടെ കാലഘട്ടത്താണ് ഈ പ്രശ്നങ്ങൾ ആ കൊരിന്ത്യ സഭയിൽ വരുന്നത്. And the second one, equipped to address disagreements or problems using scripture. തിരുവെഴുത്തുകൾ ഉപയോഗിച്ച് വേണം അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ തിരുത്തുവാനും അല്ലെങ്കിൽ ഒന്നിച്ചു കൊണ്ടുവരാനായിട്ടും ശ്രമിക്കേണ്ടത്. Train children to respond biblically to conflicts. പ്രതിസന്ധികളിലേക്ക് അവർ നയിക്കപ്പെടുമ്പോൾ വചനപ്രകാരം ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. I wrote this, but I don't know how even I would implement, but I'm just reading it for your benefit. Families can practice blessing when insulted. കുടുംബങ്ങൾക്ക് പരിഹാസം കേൾക്കുമ്പോൾ, ശകാരിക്കപ്പെടുമ്പോൾ അനുഗ്രഹിക്കുവാൻ കുടുംബങ്ങളിൽ പഠിപ്പിക്കുവാൻ, കുടുംബത്തിന് പാലിക്കുവാൻ ഇടയാകട്ടെ. Ensure hardship together, husband, wife, children. Endure hardship together. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കഷ്ടപ്പെടുവാൻ, കഷ്ടത അനുഭവിക്കുമ്പോൾ ഒരുമിച്ച് സഹിക്കുവാൻ ഇടയാകണം. Learn to speak kindly when slandered. ശകാരിക്കപ്പെടുമ്പോൾ സൗമ്യമായി സംസാരിപ്പാൻ ഇടയാകണം. Parent as a spiritual father. ആത്മീയ പിതാവ് എന്ന നിലയിൽ അമ്മയപ്പന്മാരായി നിലകൊള്ളുക. Parents should see them as spiritual mentors, not just providers for the children.
കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ആത്മീയമായ മെന്റേഴ്സ് ആയിട്ട് കാണുവാൻ ഇടയാകണം. ചുമ്മാ പ്രൊവൈഡേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന, ആഹാരം കൊടുക്കുന്ന, സ്കൂളിൽ അയക്കുന്നവരെ പോലെ അല്ല. Like Paul, they can guide children by example, urging imitation of Christ in daily life. കുഞ്ഞുങ്ങളെ ഉദാഹരണത്തോടുകൂടെ, സ്വയ ജീവിത ഉദാഹരണത്തിലൂടെ നയിപ്പാൻ ഇടയാണ്. And the next one is prioritize transformed living. രൂപാന്തരപ്പെട്ട ജീവിതം പാലിക്കുവാൻ ഇടയാകണം. Family should emphasize on prayer. They should rely on God's Spirit and transform life, not just pep talks. കുടുംബങ്ങൾ പ്രാർത്ഥനയിലും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനിലും ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കാനും രൂപാന്തരപ്പെടുവാനും സംസാരത്തെ ഉൾക്കൊള്ളിടയാകണം. Our dinner table conversations can include testimonies of God's work, not just achievements. നമ്മുടെ ഡൈനിങ് ടേബിളുകളിൽ നമുക്ക് ലഭിച്ച വലിയ വൻ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവം നൽകിയ സാക്ഷ്യങ്ങളെ പറയുവാൻ ഇടയാകണം. The last one, correct with love and gentleness. സ്നേഹത്തിലും സൗമ്യതയുടെ ആത്മാവിലും തിരുത്തുവാൻ ഇടയാകണം. Discipline at home should be firm but loving, aiming to restore rather than shaming. വീട്ടിൽ ഭവനത്തിൽ ശിക്ഷിക്കുമ്പോൾ, ശിക്ഷണ നടപടികളിലേക്ക് പോകുമ്പോൾ അത് ശക്തമായിരിക്കണം, പക്ഷെ സ്നേഹത്തിന്റെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയാകണം. Parents can ask, am I correcting with gentleness that reflects Christ? മാതാപിതാക്കൾക്ക് ചോദിക്കുവാൻ കഴിയും, സൗമ്യതയിൽ ശാന്തതയോടുകൂടിയാണോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ശിക്ഷണ നടപടിയിലേക്ക് നയിക്കുന്നത്? I know that I've gone an overboard of a bit of a time today, സമയം ചില കടന്നുപോയെന്ന് എനിക്കറിയാം. but we were able to complete the chapter 4. നാലാമത്തെ അധ്യായം പൂർത്തീകരിക്കുവാനിടയായി. There are a lot of things I think I learned. I don't know how much you could learn, but more you learn, it gets so interesting how wonderfully Paul is bringing his apostolic authority, not just by mere words or anything, but as a true leader, he shines. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനിടയായി. അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുമ്പോൾ അപ്പോസ്തലിക ആധികാരികതയും അധികാരവും ഒക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ പോലും തൻ്റെ ജീവിത മാതൃക കൊണ്ട് തന്നെ താൻ എത്ര വലിയ സാക്ഷ്യം പുലർത്തിക്കൊണ്ടാണ് ഒരു നേതാവ് നയിക്കുന്നത്. Let this study help us to transform our church, not only that, our families in the days to come. നമ്മുടെ സഭയും നമ്മുടെ കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ ഈ പഠനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let these words continue to speak to us. ദൈവവചനം നമ്മളോട് നിരന്തരമായി സംസാരിക്കട്ടെ. I thank God and as well as the church for giving me an opportunity to take the lesson from chapter 3 and chapter 4. സഭയോടുള്ള ബന്ധത്തിൽ 3ഉം 4ഉം അധ്യായങ്ങളിൽ നിന്ന് പഠിപ്പിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദി. I thank my translators, Gaulicha, Abigail, and Toby for translating these portions. And please continue to pray for me. പ്രിയ അജുച്ചനെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. Let his name alone be glorified. കർത്താവിന്റെ നാമം മാത്രം